ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് ഉമ്മ എടുക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതുവിനോട് ഗോവിന്ദ് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഗീതു പറയുവാണ് കേട്ടോ. ചൂടാത്ത പൂവിന് സുഗന്ധം കൂടുന്ന കണ്ണേട്ടാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കണ്ണേട്ടൻ്റെ മനസ്സിൽ എന്തോ ഐഡിയ തോന്നുവാണ്. എന്നിട്ട് പൂക്കടയിലൊക്കെ പോയി നമ്മുടെ ഗീതുവിന് മുല്ലപ്പൂവൊക്കെ മേടിച്ച് കൊടുക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പം ചോദിക്കുന്നുണ്ട്, ചേട്ടാ രാത്രി കാണാൻ പറ്റിയ പൂവ് ഏതാണെന്ന് പൂക്കാരനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗീതുവിന് നാണം വരുവാണേ. ഇത് ഇതെല്ലാവരെയും അറിയിക്കുമോ നാറ്റിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും കടക്കാരൻ പറയുക, രാത്രിയിലല്ല, പൂക്കൾ രാവിലെ കാണാനല്ലേ ഭംഗി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ഇത് രാത്രിയിലത്തേക്കുള്ളൊരു പരിപാടിക്കാണ്, ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയാണെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കടക്കാരൻ പറയാണ്, പൊതുവെ അതൊക്കെ എല്ലാവരും ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദേട്ടൻ പറയുന്നുണ്ട്, എനിക്കൊന്നും അത്ര പരിചയമില്ല ഈ കല്യാണമൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പുള്ളി പറയുന്നുണ്ട്, അതൊരു വലിയ സംഭവമാണ്, ആദ്യത്തെ കുറച്ച് സംഭവങ്ങളുടെ ബാക്കിയായിരിക്കും പിന്നെയുള്ള രാത്രികൾ എന്ന് പറയുവാണ്. എന്നൊക്കെ കേൾക്കുമ്പോൾ ഗീതവും ഗോവിന്ദനും ഭയങ്കര നാണമൊക്കെ വരുവാണ്. അത് കഴിയുമ്പോൾ മുല്ലപ്പൂവിൻ്റെ കാശ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, 500 രൂപയുടെ എന്തെങ്കിലും പൂക്ക് വാരിക്കൂട്ടി എടുക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഗോവിന്ദ് ഗീതുവിനെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോവുകയാണ്. അത് ഞാൻ പറയാം, ഞാൻ നിന്നോട് കാര്യം പറയാമെന്ന് പറഞ്ഞ് ചെവി കാണിക്കാൻ പറഞ്ഞ് രഹസ്യം പറയാൻ ചെല്ലുമ്പോൾ ഈ പൂവിൻ്റെ മണം കാരണം ഗോവിന്ദനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, എന്താ കണ്ണേട്ടാ പറ എന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടാണ്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും ഗീതു പറയും, പിന്നെ എന്തിനാ പൂ മേടിക്കാണ്ട് പോകുന്നേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് നമുക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റിന് കൊടുക്കാം, തമിഴ്നാട്ടിലൊക്കെ ഇതിനു വേണ്ടി ഒരു മുഹൂർത്തമുണ്ട്, ശാന്തി മുഹൂർത്തം, ഞാൻ എന്തായാലും അതൊന്ന് വിളിച്ച് ബുക്ക് ചെയ്യട്ടെ എന്ന് പറയുവാണ് കേട്ടോ. അത് വിളിക്കുന്നതോ നമ്മുടെ അജാസിനെ. ഇത് കേൾക്കുമ്പോൾ ഗീതു, എൻ്റെ പൊന്നെ ഇക്കേനെയും കൂടെ അറിയിക്കുമോ എന്നിങ്ങനെ മനസ്സിൽ പറയുവാണ്. എന്നിട്ട് ഗോവിന്ദിനോട് നമ്മുടെ അജാസ് ചോദിക്കുന്നുണ്ട്, എന്ത് ഇവൻറ്റിനാ സാറെന്ന് പറയുമ്പോൾ, താൻ അവരെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടാൽ മതി, ഇവൻ്റൊന്നും എന്താണെന്ന് താൻ അറിയേണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് പറയും, താനാണെങ്കിൽ ഇത് 100% ആത്മാർത്ഥയോടെ ചെയ്യും എന്നറിയാവുന്നതുകൊണ്ടാണ് തന്നെ ഏൽപ്പിച്ചതെന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ അജാസിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അജാസ് പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ വീട്ടിൽ പോയി എല്ലാം സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞ് അജാസ് വീട്ടിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഗീതു പറയുന്നുണ്ട്, ഇതെല്ലാവരും അറിയുവേലേ, നമ്മളെ വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞ് ഇറങ്ങി പോകുന്നതെന്ന് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഗോവിന്ദനോട്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, പ്രിയമോളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം, രാധികാമ്മയെ മനസ്സിലാക്കിക്കാൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം, അതുവരെ നമ്മളിപ്പോൾ നാടകം കളിക്കണം എന്നാണോ ഗോവിന്ദേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പം അതെ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗീതു മനസ്സിൽ ചിന്തിക്കുമോ, നാടകമെങ്കിൽ നാടകം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഗോവിന്ദേട്ടനെ എന്നിലേക്ക് അടുപ്പിച്ച് ആ വഴി മാത്രമേ എനിക്ക് വിജയലക്ഷ്മി അമ്മേനെ വീട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്കിൽ അത് ചെയ്യാമെന്നുള്ള രീതിയിൽ ഗീതു സമ്മതിക്കുവാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് അവർ പരസ്പരം ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കും നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് വണ്ടിയിലിരിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഗീതുവിനൊരു കോള് വരുവാണ് കേട്ടോ. കോള് വരുമ്പോഴത്തേക്കും ഗീതുവിനോട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ആരാന്ന് ചോദിക്കുമ്പോൾ അവർണികയാന്ന് പറയുവാണ്. പക്ഷേ സത്യത്തിൽ വിളിക്കുന്നത് വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ച് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, എന്നാൽ അവർണിക്ക് മെസ്സേജ് എടുക്കാൻ മടിയാണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു വിജയലക്ഷ്മിക്ക് ഞങ്ങൾ സെറ്റായി, ഞങ്ങളുടെ യാത്ര ഒരുമിച്ച് ജീവിതത്തിലോട്ടുള്ളത് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് അയക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി തിരിച്ചയക്കുന്ന റിപ്ലൈ കേൾക്കുമ്പോൾ ഗീതുവിന് നാണം വരുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ അവർണിക എന്തെങ്കിലും കളിയാക്കി പറഞ്ഞോ, എന്താ മുഖത്തൊരു നാണം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് വിജയലക്ഷ്മിക്ക് ബാക്കി മെസ്സേജ് ഇടുവാണ്, പോത്തള്ളേ കളിയാക്കാണ്ടെന്നൊക്കെ പറഞ്ഞ്. അത് കാണുമ്പോൾ വിജയലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ഈ സന്തോഷം കാരണം വിജയലക്ഷ്മി അപ്പം തന്നെ രഞ്ജുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുവാണ്. നീയല്ലേ പറഞ്ഞ അവർ പിരിഞ്ഞു എന്ന്, ഒരു കുഴപ്പമില്ല, അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങി, പക്ഷേ ഇപ്പം നീ ഇത് ആരോടും പറയണ്ട, അവരായിട്ട് തന്നെ പറയുമ്പോൾ മനസ്സിലാക്കിയാൽ മതി അവിടെ ഉള്ളവരെന്നൊക്കെ പറയുവാണ് കേട്ടോ രഞ്ജുവിനോട്. അത് കേൾക്കുന്ന രഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് രഞ്ജു പറയുന്നുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗീതുവും ഗോവിന്ദും വീട്ടിലെത്തുവാണ് കേട്ടോ. വീട്ടിലെത്തുമ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ വീടാ, നമുക്കിവിടെ കയറാം, ഈ വൃന്ദാവനത്തിലോട്ട് കയറാം, ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയ്യപ്പണ്ണൊക്കെ ഇടയ്ക്ക് വഴി വന്ന് നിൽക്കുന്നുണ്ട്, കുഞ്ഞെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇവരെ കാണുന്നില്ല കേട്ടോ. ഇവർ വേറെ ഏതോ ലോകത്തെ കൂടി ഇങ്ങനെ സ്വപ്നം കണ്ട് പോവാണ്. അത് കാണുമ്പോഴത്തേക്കും അയ്യപ്പണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ ഭഗവാനെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് പറഞ്ഞ്